ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പൂള പൊരിക്കാൻ പോകുകയാണ് ഗായ്സ്. നമ്മുടെ ഭാരിഷ ഇതാ പൂള ചെത്തുകയാണ്, തോല് പൊളിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ 2 കഷ്ണം പൂള പൊരിക്കാൻ പോകുകയാണ് ഗായ്സ്. അങ്ങനെ ഭാരിഷാത്ത ഇതാ തോല് പൊളിക്കുന്നു ഗായ്സ്. ഹലോ ഗായ്സ്, അങ്ങനെ നന്നാക്കൽ കഴിഞ്ഞു. നമ്മൾ 2-3 എടുക്കണുള്ളൂ, ഞങ്ങൾ 2 പേരിലുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് പൂള പൊരിക്കുന്നത്, കുറച്ച് മാത്രം. ഓക്കെ, നന്നായി ചെറുതാക്കി നുറുക്കണം കേട്ടോ. ഇതേപോലെ നല്ല കത്തിയാണെങ്കിൽ നല്ല ഈളാക്കി മുറിക്കാം, നൈസായിട്ട്. നമ്മളെ കത്തി വലിയ ശരിയില്ല, ഏറ്റവും ചെറുതാക്കി നുറുക്കണം കേട്ടോ. ഓ ഇല്ലേ, അല്ല ഗായ്സ്, പരിശാത്ത നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പഴത്തിന് കട്ട് ചെയ്യുകയാണ് ഗായ്സ്. എണ്ണ ചൂടാകുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നു. പിന്നെ ഉപ്പ് വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട്, കുടഞ്ഞു കൊടുക്കണം അത്ര. ഇപ്പോൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കി വെക്കുക. നമ്മൾ ഇത് പൊരിക്കാൻ നേരത്ത് കുടഞ്ഞു കൊടുക്കേണ്ടതാണ്. പൊടിപ്പാണ് കേട്ടോ ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇതാ എണ്ണ ഒഴിക്കുകയാണ്. നല്ല ചൂടാവണം എണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ ഓയിലിലാണ് പൊരിക്കുന്നത്. അല്ല ഗായ്സ്, ഇങ്ങനെ നൈസാക്കി വെട്ടണം കേട്ടോ. നല്ല കത്തി ഉണ്ടെങ്കിൽ നല്ല നൈസാക്കി, എത്ര നൈസാക്കാൻ പറ്റുന്നത് അത്ര ലെവൽക്ക് കട്ട് ചെയ്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ മക്കളെ, നല്ല ചൂടായിട്ടുണ്ട്. ഉപ്പ് വെള്ളം കുടഞ്ഞു കൊടുക്കണത്രേ. എടുക്കാൻ നേരത്തെ കണ്ടോളൂ, അത് വേപ്പിൻ്റെ വെക്കണം. അയ്യോ അടിപൊളി, തിളച്ച് 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 അടിപൊളിയായിട്ട് വരുന്നുണ്ട്. മാഷാ, ഉണ്ടാക്കണ്ട. നമ്മൾ കടയിൽ നിന്നൊക്കെ പൊരിക്ക് വാങ്ങാനാട്ടി ഉഷാറായിട്ട് പൊരിക്കുന്നു. ഉപ്പുവെള്ളം കുടഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. പാരിശാത്ത് അങ്ങനെ ഉപ്പുവെള്ളം 2 സ്പൂൺ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം അതിൽ. എന്നിട്ട് 2 ഇല്ലി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. അയ്യോ, 1 ഇല്ലി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നല്ല മരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. സൂപ്പർ. ഇതിപ്പോൾ നമ്മൾ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ചായക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതാകെ 2 കഷ്ണമുള്ളൂ. ചെത്തിയപ്പോൾ എത്ര പൂരുണ്ട് ചീട്ടാ, ഇത് പൊരിച്ച ഇഷ്ടമായിട്ടോ. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതേമാതിരി പൂള മേടിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പൂള ചിപ്സ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഇതേമാതിരി ചൂടാറാത്ത ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. പരിഷയാണിത് ഉണ്ടാക്കുന്നത്. ഞാനൊരു തലത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട്. ചോട് ഇനി അടുത്ത് ഞങ്ങൾ ഇടാം. വാവ്, ഇതപ്പോൾ കാര്യം. ഇനി നമ്മൾ അതിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്.
ഇതിപ്പോൾ നമ്മൾ പൊരിച്ചെടുത്താണ് അന്ന് കഴിച്ച് നോക്കണ്ട കേട്ടോ. വാവ്, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് തിന്നണങ്ങാട്ടിയും ടേസ്റ്റ് തോന്നുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യും. ഇതൊക്കെ കാലായി ഗായ്സ്. ഇനി ചായ കുടിക്കുമ്പോൾ ഇല്ല കഴിക്കാൻ, വേറെ ഉണ്ടാക്കണം. അത്രയും ടേസ്റ്റാണ്. പൊരിക്കണതൊന്നും കാണുന്നില്ല ഗായ്സ്. പൊരിക്കണതൊക്കെ ഞാൻ എടുത്ത് കഴിക്കുകയാണ്. ഇപ്പം നമ്മൾ എത്ര ആകെ 3 കഷ്ണം നിങ്ങൾ എത്ര പൂരണ്ട് കഴിഞ്ഞ് ഇതിൽക്കും ചെറുതാക്കി നൈസാക്കി നുറുക്കുക. റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിലും കേട്ടോ. കുറേശ്ശെ എടുത്ത് പൊരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേമാതിരി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇതാ ഇവിടെ ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ എടുത്ത് തിന്നുന്നുണ്ട്. വാ, എന്താ ഇത് ടേസ്റ്റ് ഉണ്ടോക്ക. സൗണ്ട് കേട്ടില്ലേ? കറ് മുറ് മല ചിപ്സ് തിന്നേനെ നല്ല ടേസ്റ്റ്. നമ്മൾ നൈസായി നുറുക്കണതിന് അനുസരിച്ച് എടുക്കും. ഓക്കെ, സൂപ്പർ. അല്ല ഗായ്സ്, 3 കഷ്ണമേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ. പക്ഷെ അത് അരിഞ്ഞപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഇത്രയും മതി. ഓക്കെയാ, ഇത്രയും മതി, ഇഷ്ടമായി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഞങ്ങൾ നാളെ പൊരിക്കാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഓക്കെ, പാരിഷാൻ്റെ പൊരിക്കൽ കഴിഞ്ഞു. ഞങ്ങൾ നിർത്തി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് ഗായ്സ്. വാ, എന്താ ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കാട്ടിയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, ബൈ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ.